എത്ര പെട്ടെന്ന് അത് സംഭവിച്ചു നോക്കി നിങ്ങൾ. അതെ. പുറത്തേക്ക് ഇറങ്ങി പോകാൻ റെഡിയാണ്, ഭയമേതുമില്ലാതെ. മറ്റേത് ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ കാണുമ്പോഴേക്കും പേടിച്ച് പുറകോട്ട് പിരിഞ്ഞ് പോകുന്നൊരു കാലത്തിൽ നിന്നും പരിചിതരെ ഒരു ഒരു നിമിഷത്തെ ഒരു ഹായ് മെസ്സേജ് കൊണ്ട് സർവകാല പരിചിതരായ മനുഷ്യനെ പോലെ. നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു സംഭവമാണ്. ഒരു 12 വയസ്സുകാരി രാത്രി 8:30 മണിക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഒരു കൂട്ടുകാരൻ്റെ അടുത്തുനിന്ന് പുസ്തകം വാങ്ങിച്ചാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിലും പിന്നീട് കുട്ടീനെ കാണാനില്ല. ഉടനെ കാണാനില്ല എന്ന ഒരു വാർത്ത വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാണ്, ലീവിൽ പ്രവേശിച്ച മീൻസ് അന്ന് അടുത്ത ദിവസം ലീവാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്വന്തം പേഴ്സണൽ അഫേഴ്സ് അങ്ങനെ ഒരു ലീവ് എടുത്ത ഒരാൾ, പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോള് വരികയാണ്, സ്റ്റേഷനിൽ നിന്ന് കോള് വരികയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇദ്ദേഹം വണ്ടി എടുത്ത് ടീം സെറ്റാക്കി പോവാണ്. സ്വന്തം വണ്ടി എടുത്ത് പോവാണ്, ഈ കുട്ടീനെ തിരഞ്ഞ് പോവാണ്. അപ്പോൾ അതിൻ്റെ ആകെ ഒരു ഫുട്ടേജ്, പിന്നെ CCTVൻ്റെ ഒരു ഫുട്ടേജ് മാത്രമേ ഉള്ളൂ ഈ കുട്ടീൻ്റെ, വേറൊരു തെളിവൊന്നുമില്ല. അപ്പോൾ ഒരു 26 വയസ്സുകാരനായ ഒരു ആളുടെ കൂടെയാണുള്ളത്. പക്ഷെ തികച്ചും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യാണ്. കാരണം ഒരു കുട്ടിക്ക് ഇത്ര മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് എന്തായാലും ഒരു പുസ്തകം വാങ്ങാൻ പോയൊരു കുട്ടീനെ ഇങ്ങനെ ഇത്ര ഫാസ്റ്റായിട്ട് കാണാതാവുന്നുള്ളൊരു സംഗതി വന്നപ്പോൾ സംസ്ഥാനങ്ങൾ വിട്ട് 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 പോയി ഏകദേശം ഇതൊക്കെ ഫോളോ ചെയ്ത് പോവാണ് ടീം, ഈ പോലീസ് ടീം. ആലുവ പിന്നെ വെസ്റ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ 4 സംസ്ഥാനങ്ങൾ ചേസ് ചെയ്തിട്ട് പോവാണ്. അവസാനം പൂനെയും ധാരാവിയും ഒക്കെ കടന്നു പോയിട്ട് ഈ കുട്ടിയെ ജീവനോടെ തിരിച്ച് കിട്ടുന്ന ഒരു സംഭവം. ഈ മറ്റേ എന്താ പറയുക, പലതിനെയും വെല്ലുന്ന രൂപത്തിലുള്ള ഒരു ചേസിങ് ഇവിടെ നടന്നിട്ട് ആ കുട്ടിയെ ജീവനോട് കൂടിയിട്ട് രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുന്ന ഒരു സംഭവം. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് അതിലൂടെ ഈ കുട്ടി ഇയാളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ദുരുദ്ദേശപരമായ ഉദ്ദേശത്തോടു കൂടി ഈ കുട്ടിയെ, വെറും 12 വയസ്സാണ്, വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മാത്രം അടുപ്പം ഉണ്ടാക്കിയ ഒരു ബന്ധം. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഇയാളുടെ ഒരു കാറിൽ കൊണ്ടുപോവുകയാണ്. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്ന പോലെ നമ്മെ സംബന്ധിച്ചോളം തട്ടിക്കൊണ്ടുപോകലാണ്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, താൻ പരിചയപ്പെട്ട ഒരാളുടെ കൂടെയുള്ള ഒരു യാത്ര. ഏതായിരുന്നാലും മറ്റു പ്രയാസങ്ങളില്ലാതെ ജീവനോടെ തിരിച്ചു കിട്ടി എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത. ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും ഏത് നിമിഷവും എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു റൂട്ട് നമ്മളെ കുട്ടികളുടെയൊക്കെ കയ്യിലുണ്ട്. അതാണ് ഇൻസ്റ്റാഗ്രാം. അതെ. ആ റൂട്ടിലൂടെ എപ്പോഴും അവർ അപ്രത്യക്ഷമാവുന്നുള്ള രൂപത്തിൽ, കാരണം അങ്ങനെയുള്ള ആ റൂട്ടിലൂടെ വരുന്ന കണക്ഷൻസുകളൊക്കെ അത്തരത്തിലുള്ളതാണ്. നമ്മുടെ നാടെന്ന് മാത്രമല്ല, എങ്ങോട്ടും, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് പോകാനും അങ്ങനത്തെ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ റെഡിയാണെന്നുള്ളതാണ്. അതെ അതെ അതെ. അതായത് ഈ ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന പടങ്ങളെന്ന് വെച്ചാൽ, ഈ പക്വത, വിവേകം, ആലോചനാശേഷി, കോൺസിക്വൻസ് എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഒരു മനുഷ്യന് വളർന്നു വരുന്ന ഫ്രണ്ടൽ ലോബാണ്. ഫ്രണ്ടൽ ലോബ് പറഞ്ഞാൽ മുന്നേ നെറ്റിയുടെ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ നെറ്റിക്ക് ബാക്കലായിട്ട് കിടക്കുന്ന സാധനം. അതാണ് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു ബുദ്ധി എത്തണമെങ്കിൽ ഒരുവിധം കുറച്ചൊരു പ്രായപൂർത്തി ഒക്കെ കഴിയണം. കുറച്ചും കഴിയുമ്പോഴേക്ക് പൂർണ്ണ വളർച്ച എത്തുള്ളൂ. പക്ഷെ അതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് അവിടേക്ക് എത്താത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇമോഷണലി കുട്ടികൾ പല നിലക്കും പലതിനോട് അഡിക്റ്റായി പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല, ആ ഇമോഷണലായ കാര്യത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അവിടെയാണ് നല്ലൊരു ഒരു ഗൈഡൻസ്, നല്ലൊരു മെൻറ്ററിങ് വീട്ടിൽ നിന്ന് കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം വഴികൾ അടച്ചിട്ടില്ലെങ്കിൽ ആരൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികൾ അതിൽ വശമതരായി പോകുന്നു. എത്ര പെട്ടെന്ന് അത് സംഭവിച്ചു നോക്കി നിങ്ങൾ. പുറത്തേക്ക് ഇറങ്ങി പോകാൻ റെഡിയാണ്, ഭയമേതുമില്ലാതെ. മറ്റേത് ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ കാണുമ്പോഴേക്കും പേടിച്ച് പുറകോട്ട് പിരിഞ്ഞ് പോകുന്നൊരു കാലത്തിൽ നിന്നും പരിചിതരെ ഒരു നിമിഷത്തെ ഒരു ഹായ് മെസ്സേജ് കൊണ്ട് സർവകാല പരിചിതരായ മനുഷ്യനെ പോലെ ആയി മാറുകയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അത് പാരൻറ്റിങ് കൺട്രോൾ വഴി നമ്മൾ അവരെ എവിടെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു,
ഇത് ഒന്നാമത് അതിൻ്റെ ആവശ്യമില്ല. ഉം. ചെറിയ 10-12 വയസ്സായ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതെ അതെ. ഉം. പിന്നെ ആ ഉള്ളത് പ്രായത്തിൽ എന്തിനാ അങ്ങനത്തെ അതിൻ്റെ ബന്ധമല്ലേ? ആവശ്യമില്ല, ഒരു നിലക്ക് ആവശ്യമില്ലാത്ത സമയത്ത്. അപ്പം അത് കത്തി, ചെറിയ കുട്ടീൻ്റെ 2-3 വയസ്സായ കുട്ടീൻ്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഒന്ന് എടുത്ത് കളിക്കട്ടെ നമ്മൾ പറയും. അതെ അതെ. അതാണ് മൊബൈൽ ഫോൺ എന്ന്. അത് എന്നതുപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൈകാര്യം ചെയ്യാതെ ഏത് സമയത്ത് അപകടം പറ്റാവുന്ന ഒരു 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 സാധനം കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പിന്നെ അതുകൊണ്ട് പരിക്ക് പറ്റിയിട്ട് നമ്മളതൊന്നും നോക്കാതെ പരിക്ക് പറ്റിയിട്ട് പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ശ്രദ്ധ, നമ്മളതിൻ്റെ ക്യാമ്പയിനൊക്കെ ഇതിൻ്റെ അടുത്ത് നടത്തിയല്ലോ, വലിയൊരു പ്രശ്നമാണത്. കുട്ടികൾക്ക് കൊടുക്കണം വെച്ചാൽ നല്ല ഗൈഡൻസ് കൊടുക്കാം. ഒരുപക്ഷെ ഫോൺ ചിലപ്പോൾ ഉപയോഗിക്കേണ്ട 14-15 വയസ്സാകുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷേ ഈ ഫോണ് അത് നല്ല കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം കുട്ടികൾ, അതിനുള്ള മാതൃക ഒക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ അതെ അതെ അതെ. പറ്റാത്ത. 2 കാര്യങ്ങൾ പരിഹാരമായിട്ട് ഞാനൊന്ന് പറയാം. അപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ഇത് നടന്നു വരുന്നൊരു കാര്യം ആയതുകൊണ്ട് പറയാണ്. പിന്നെ ഒന്ന്, കുട്ടികൾക്ക് വളരെ നല്ല സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം. മറ്റുള്ളവരിലേക്ക് കെയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മൾ കൊടുക്കണം. അത് എല്ലാത്തിനെയും അടച്ച് ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് കുറ്റപ്പെടുത്തി അതിന്നൊരു മാറ്റം രക്ഷിതാക്കൾക്ക് സ്വയം ഉണ്ടാവണം. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ സൈബർ സുരക്ഷ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ IT-യുടെ ഒരു ക്ലബ്ബ് യൂണിറ്റാണ് ലിറ്റിൽ ഗൈഡ്സ് എന്നൊക്കെ പറയും. ഞാനതിൻ്റെ ചാർജൊക്കെയുള്ള ഒരാളാണ് സ്കൂളിൽ. അപ്പോൾ സൈബർ സുരക്ഷ അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സൈബർ ഇടങ്ങളിൽ നമ്മൾ അകപ്പെടാനുള്ള ചതിക്കുഴികളും കാര്യങ്ങളും, നമ്മുടെ പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള സെക്യൂരിറ്റി, ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളാണ് കൊടുക്കുന്നത്. കുട്ടികൾ മെൻറ്റേഴ്സായിട്ട് അവർ തന്നെ രക്ഷിതാക്കൾക്കും അവരുടെ സഹപാഠികളായ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു സംവിധാനം സ്കൂളിലുണ്ട്. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ഒന്നും അറിയില്ല, എനിക്ക് കുട്ടിയെ അയിമ ഒന്നും കളിക്കാനും അറിയില്ല, ഓൾ എന്തൊക്കെയോ അയിമ കളിക്കലുണ്ടെന്ന് വളരെ നിസ്സഹായാവസ്ഥയിൽ പറയുന്ന പല രക്ഷിതാക്കളെ കാണലുണ്ട്. അതിന് നമ്മൾ മാറ്റം വേണം. നമ്മൾ ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കാനുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്.